മൈക്കൊന്ന് മറ്റേ ചായ കുടിക്കാം. നമസ്കാരം. നിലത്ത് സദ്യക്കിരുന്ന നമ്പൂതിരിയുടെ ഇലയിൽ വിളമ്പുകാരൻ തൻ്റെ കാല് ചവിട്ട് നിന്നു. ഇത് കണ്ട നമ്പൂതിരി പറഞ്ഞു, അതേ ശുംഭൻ, തൻ്റെ കാലിനെ ആ കാളനിലേക്ക് മാറ്റി ചവിട്ടുക. എനിക്ക് ഓലനിശി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ നമ്പൂതിരിയെ ഓർമ്മിപ്പിച്ചു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞവൻ്റെ അണ്ണാക്കിൽ മൈക്ക് കുത്തിക്കയറ്റാൻ ചെല്ലുകയാണ് മാധ്യമപ്രവർത്തകർ. സഹിക്കാൻ കഴിയാതെ അയാൾ പറഞ്ഞു, മൈക്ക് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ചായ കുടിക്കാമായിരുന്നു. പാപ്പരാസികളെക്കാൾ ദരിദ്രവാസികളായി മാറിയ ഒരു കൂട്ടം മാപ്രാസികളുടെ നിലവാരം തീരെ കുറഞ്ഞതും ഔചിത്യമില്ലാതെ പോയതുമായ കാഴ്ചകൾക്കാണ് ഇന്നലെ പാലക്കാട്ടെ സുൽത്താൻപേട്ട ബൂത്ത് മുതൽ ദേശീയപാത വരെ സാക്ഷ്യം വഹിച്ചത്. മ്ലേച്ഛനെന്നും വൃത്തികെട്ടവനെന്നും പറഞ്ഞ് ചാപ്പയടിച്ചവൻ്റെ പിന്നാലെ മണത്തു നടക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം. എവിടെയായിരുന്നു? കോയമ്പത്തൂരായിരുന്നോ? അതോ ചെന്നൈയിലായിരുന്നോ? അതോ സത്യമംഗലം കാട്ടിലായിരുന്നോ? ഇനി ഇവിടെയൊക്കെ ഉണ്ടാകുമോ? രണ്ടാമത്തെ പരാതിയെപ്പറ്റി എന്തു പറയുന്നു? പാർട്ടി ഇങ്ങനെ ഒരു നടപടിയെടുക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അയാൾ ചൂട് ചായ ആറ്റിക്കുടിച്ചതല്ലാതെ തികഞ്ഞ മൗനം പാലിച്ചു. ബൂത്തിൻ്റെ മുമ്പിൽ നിന്നും ഒരു വിധത്തിൽ കാറിൽ കയറി. അയാളെ പൊക്കാൻ കാത്തുകിടന്ന പോലീസുകാർ വഴികാട്ടിയായി. ആ തക്കം നോക്കി BJP-കാരനോ CPM-കാരനോ കാറിൽ കോഴിപ്പടം തൂക്കി. അയാൾ വിശന്നു വലഞ്ഞ് ഒരു ചായക്കടയിൽ ചെന്ന് കയറി. പിന്തുടർന്ന ഏഷ്യാനെറ്റിലെ ഇളവള്ളി മഠത്തിലെ കുട്ടി അയാൾക്കൊപ്പം കയറിയിരുന്ന അങ്ങ് ചോദ്യങ്ങളായി. അയാൾ ഒരു ചായയും ഉണ്ടംപൊരിയും ഓർഡർ ചെയ്തു. എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ടും ആ മാധ്യമപ്രവർത്തക പോകുന്ന മട്ടല്ല. അതോടെ പിന്തുടർന്നെത്തിയ മറ്റു മാധ്യമപ്പടകളും ചായക്കടയിലേക്ക് ഇരച്ചു കയറി. ചുറ്റിനും വളഞ്ഞു നിന്ന് ചോദ്യങ്ങളായി. എവിടെയായിരുന്നു മുങ്ങിയത്? മുങ്ങിയപ്പോൾ അപമാനിച്ച് അയാളെ സാമദ്രോഹികളാക്കിയ ചാനലുകൾ പൊങ്ങിയവൻ്റെ പിന്നാലെ അങ്ങ് കൂടി. അവൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ കാത്തു കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിപ്പിച്ചിട്ട് വേണം അടുത്ത വിവാദത്തിന് തിരികൊളുത്താൻ. ചായ കുടിക്കാൻ കൈപൊക്കാൻ കഴിയാത്ത തരത്തിൽ ചുറ്റും നിന്ന് വിചാരണ തുടങ്ങി. ലോകത്താദ്യമായിട്ടാകും ഒരാൾ ചായ കുടിക്കുന്നതിൻ്റെയും പഴംപൊരി തിന്നുന്നതിൻ്റെയും ദൃശ്യം ലൈവായി പ്രേക്ഷകർ കാണുന്നത്. പറിച്ചെറിഞ്ഞാൽ പോകാത്ത കണ്ണട്ടകളെപ്പോലെ രാഹുലിൻ്റെ പിന്നാലെ കൂടി മാധ്യമപ്പട. പലതും കുത്തി ചോദിച്ചിട്ടും രാഹുൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഈ മൈക്കൊന്നു മാറ്റിയാൽ ചായ കുടിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വായുടെ ദ്വാരം ഒഴിവാക്കി കൊടുത്തു. പകരം മൈക്ക് മൂക്കിലേക്ക് കയറ്റി. പിന്നെ നവദ്വാരങ്ങളിലും ഇട്ട് കുത്തോട് കുത്ത്. ഏത് വഴിയാണ് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുക എന്ന് അറിയില്ലല്ലോ. ആദ്യം വരുന്ന ശബ്ദം തങ്ങൾക്ക് വേണമെന്നായിരുന്നു മത്സരം. അവിടെ നിന്നിറങ്ങി അയാൾ പരിചയക്കാരുടെ വീടുകൾ കയറിയിറങ്ങാൻ തുടങ്ങി. ധർമ്മക്കാരെ പോലെ മാധ്യമങ്ങൾ ഗേറ്റിൻ്റെ പുറത്തു നിന്ന് വിളിയോട് വിളി. DYFIയും BJP-കാരും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു, സൂക്ഷിക്കുക, രാഹുൽ വരുന്നുണ്ട്. പക്ഷേ എടോ, സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കാത്ത മനുഷ്യർക്കൊന്നും നിങ്ങളുടെ ഒന്നും മുന്നറിയിപ്പിൻ്റെ ആവശ്യമേ ഇല്ല. കടകംപള്ളി വരുന്ന റൂട്ട് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. രാഹുൽ ഹൈവേയിലൂടെ യാത്ര ചെയ്തപ്പോൾ പണ്ട് ഡയാന രാജകുമാരിയെ പിന്തുടർന്ന പോലെ പാപ്പരാസികൾ പിന്നാലെ കൂടി. റോഡ് നിറഞ്ഞ് വണ്ടിയോട്ടം. ഒന്ന് നോക്കൂ, ഒളിവിലായാലും മുങ്ങി നടന്നാലും പ്രതിയായാലും പാർട്ടി പുറത്താക്കിയാലും BJP-കാർ കോഴിക്കോടിയും കൊക്കരക്കോയുമായി പിന്നാലെ നടന്നാലും കേരള രാഷ്ട്രീയം ഇപ്പോൾ അയാൾക്ക് പിന്നാലെ തന്നെയുണ്ട്. എന്തുകൊണ്ടോ എന്തോ അരി സമയത്തിന് വേവാത്തത് കൊണ്ടാകും പൊതിച്ചോറുമായി DYFIക്കാരെ എങ്ങും കാണാനില്ലായിരുന്നു. ചാനലുകളുടെ പ്രധാന വരുമാനം ഇപ്പോൾ രാഹുൽ സ്റ്റോറികളാണ്. അയാളെ പുറത്താക്കിയവരാണ് ഇപ്പോൾ തമ്മിലടിക്കുന്നത്. അയാളെ വേട്ടയാടാൻ ഇറങ്ങിയ പാർട്ടിയുടെ ഞരമ്പ് രോഗികൾ പുതിയ ബലാത്സംഗ കഥകൾ രചിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കൂട്ടിലെ കോഴികൾക്ക് ചാമയും തിനയും തിന്നാൻ കൊടുത്ത് കൊത്തിച്ചവിട്ടാൻ വിട്ടിട്ട് ധർമ്മിഷ്ഠനായ പിണറായി രാജാവ് സ്ത്രീ ലംബടന്മാരെ പറ്റി പറഞ്ഞു നടക്കുന്നു. മറ്റൊന്നും പറയാൻ ഇപ്പോൾ പുള്ളിക്കില്ല. പൊതുവെ 2 ദിവസമായി അല്പം ക്ഷീണത്തിലാണ്. അകമ്പടി വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കുറയ്ക്കേണ്ടി വന്നതിൻ്റെ ഒരു നിരാശയുണ്ട്. ഓരോ മാധ്യമ വിചാരണകൾക്കൊടുവിലും പൂർവാധികം ഭംഗിയായി പൊങ്ങി വരുന്നതാണ് ഈ രാഹുൽ എന്ന യുവ നേതാവിൻ്റെ ഒരു പ്രത്യേകത. ഇനിയും മുങ്ങുമോ എന്നാണ് റിപ്പോർട്ടർമാർക്ക് അറിയേണ്ടത്. കേട്ടാൽ തോന്നും ഒരു ദിവസം രാഹുലിനെ കണ്ടില്ലെങ്കിൽ ഇവന്മാർക്ക് വയറ്റിന്ന് പോകില്ലെന്ന്. മരക്കുറ്റി ചാനലുകാരുടെ ട്രോൺ ഒരെണ്ണം എപ്പോഴും രാഹുലിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനിയും എവിടെയെങ്കിലും അടുത്ത കേസിൽ ഒളിച്ചാൽ നമ്മൾ മാളത്തിൽ കയറിപ്പോക്കണം. ദിലീപിൻ്റെ വീടിൻ്റെ മണ്ടയിൽ കയറിയ ട്രോൺ തിരിച്ചു വന്നോ എന്ന് സജി നന്ദ്യാട്ട് ട്രീ കട്ടർ ചാനലിലെ സ്മൃതിയോട് ചോദിക്കുന്നത് കേട്ടു.
പിന്നീട് അയാൾ പറഞ്ഞതൊക്കെ കേട്ടാൽ സ്മൃതി തത്സമയം പണി നിർത്തി പോകുമെന്നുറപ്പായി. നിങ്ങൾക്ക് നാണമില്ലേ, മര്യാദ വേണ്ടേ, വേറെ പണി നോക്ക് എന്നൊക്കെയാണ് സജി നന്ദ്യാട്ട് ചോദിച്ചത്. എവിടെ നിന്നൊക്കെയാണ് ഈ മരമുറിക്കാരൻ്റെ റിപ്പോർട്ടർമാരും അവതാരകരും ആളുകളുടെ ചീത്തകൾ വാങ്ങിക്കൂട്ടുന്നത്? നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട പണം മാറ്റുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. മാധ്യമ വിചാരണയുടെ അങ്ങേയറ്റം അനുഭവിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോഴയാൾ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയണമെന്ന് കാണിച്ച് താമസക്കാരുടെ അസോസിയേഷൻ രാഹുലിന് നോട്ടീസ് നൽകി. അതും CPMകാരുടെയും BJPക്കാരുടെയും ഉടായിപ്പായിരിക്കും. സർവ്വസമയവും അതിൻ്റെ മുമ്പിലുണ്ട് ഈ മാപ്രകൾ. പോലീസാണെങ്കിൽ തെളിവെടുപ്പിനായി പതിവായി കയറി വരുന്നു. അതോടെ താമസക്കാർക്ക് ശല്യമായി. രാഹുൽ ഒഴിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പാലക്കാട്ട് നിന്നും ഒഴിഞ്ഞു പോകണോ വേണ്ടയോ എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം തീരുമാനിക്കും. എന്തായാലും ആരോപണങ്ങളും കേസും കൊണ്ട് താൻ തളരില്ല എന്ന് വീണ്ടും വീണ്ടും ഈ യുവ നേതാവ് ജനത്തെ ബോധ്യപ്പെടുത്തുന്നു. കമ്മികളും BJPക്കാരും പ്രചരിപ്പിച്ച AI ദൃശ്യങ്ങൾ കണ്ടാൽ പട്ടിണി കിടന്ന് പേക്കോലമാകേണ്ടതാണ് രാഹുൽ. തിരിച്ചു വരുന്നത് ആടുജീവിതത്തിലെ നജീബായിട്ടായിരിക്കും എന്നൊക്കെ കരുതിപ്പോയി. പക്ഷെ വന്നത് നല്ല സിംപ്ലനായിട്ടാണ്. ഇപ്പോഴും കോൺഗ്രസ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയാൾ വോട്ട് ചെയ്യാൻ വന്നത് പാർട്ടിക്ക് ക്ഷീണമായത്രേ. യൂസഫലി ആണെങ്കിൽ വോട്ട് ചെയ്യാൻ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുകയായിരുന്നു. അതെന്തൊരു അഭിമാനമാണ്. രാഹുൽ ഒളിയിടത്തിൽ നിന്നും വന്ന് വോട്ട് ചെയ്താണ് നാണക്കേടായത്. ജനാധിപത്യത്തിൽ ഈ രണ്ടോട്ടിനും ഒരു വിലയേ ഉള്ളൂവെന്ന് ഈ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പുറത്താക്കിയ ഒരുത്തൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പ്രതിസന്ധി നേരിടുന്നെങ്കിൽ ആ പാർട്ടി എന്തൊരു അധപ്പതനത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. കാരണം അയാൾക്കൊപ്പം ഇപ്പോഴും പാലക്കാട്ട് ആളുണ്ട്. ഇത് കോൺഗ്രസിനെ ചില്ലറയല്ല വേവലാതിപ്പെടുത്തുന്നത്. അയാൾ വന്ന് വോട്ട് ചെയ്തു പോയി. ഇതിൽ കോൺഗ്രസിന് എന്താണ് നാണക്കേട്? ഒരു വിശ്വപൗരൻ പ്രധാനമന്ത്രിയെ വാഴ്ത്തിയും അത്താഴ വിരുന്നിൽ പങ്കെടുത്തും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി രാജ്യങ്ങൾ സഞ്ചരിച്ചും നെഹ്റു കുടുംബത്തെ അടങ്കം പരിഹസിച്ചും ഇപ്പോഴും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈ വിശ്വപൗരൻ തരൂരേട്ടൻ ഉണ്ടാക്കാത്ത എന്ത് മാനഹാനിയാണ് രാഹുൽ ഈ പാർട്ടിക്കുണ്ടാക്കിയത്? ശശി തരൂരിൻ്റെ ഭാര്യമാരുടെ എണ്ണവും സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹ മരണവുമൊക്കെ പാർട്ടിക്ക് അന്ന് ചില്ലറ ആഘാതമല്ലല്ലോ ഉണ്ടാക്കിയത്. പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് കോൺഗ്രസിന് ബാധ്യതയാകുന്നത്? ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. പണ്ട് കരുണാകരനെയും മകളെയും മകനെയും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതാണ്. ഇപ്പോൾ മുരളീധരനാണ് വലിയ കോൺഗ്രസ്സുകാരൻ. പൊതുസമൂഹത്തിന് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ബാധ്യതയാകുന്നത്? വളച്ച പെണ്ണുങ്ങളെ വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണല്ലോ രാഹുലിനെതിരെയുള്ള ആരോപണം. വേടൻ ചെയ്തതും ഇതല്ലേ സഖാക്കളെ കോൺഗ്രസ്സുകാരെ? പരിപാടി കാണാൻ വന്ന ഏതെങ്കിലും പെണ്ണിനെ വേടൻ കയറി പിടിച്ചതായി കേട്ടിട്ടില്ല. തൻ്റെ വോട്ടർമാരെയും പരാതിയുമായി വന്നവരെയും MLA ആയ ശേഷവും അതിനു മുമ്പും രാഹുൽ കയറി പിടിച്ചതായും കേട്ടിട്ടില്ല. മറിച്ച് കോൺഗ്രസിലെ വിൻസെൻറ്റിനും വെൽദോയ്ക്കുമെതിരെയുള്ള പരാതി ഒന്ന് നോക്കൂ. MLA ആയിട്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഒളിവിൽ പോയതും മറ്റൊരാൾ അകത്ത് കഴിഞ്ഞതും. അത് കോൺഗ്രസിന് ബാധ്യതയാകാതിരുന്നത് എന്തുകൊണ്ടാണ്? വെൽ ഡ്രാഫ്റ്റഡായ പരാതി കുറ്റമല്ല എന്നാണല്ലോ സതീശൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സരിത നല്ല വെൽ ഡ്രാഫ്റ്റഡായി എഴുതിയ പരാതിയിൽ പേര് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ എന്താ സതീശ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുറത്താക്കാതിരുന്നത്? ഉമ്മൻചാണ്ടിക്കും മറ്റ് നേതാക്കന്മാർക്കുമെതിരെ ബലാത്സംഗ കേസ് വന്നപ്പോൾ സതീശൻ എന്താ അവരെ പുറത്താക്കാതിരുന്നത്? അല്ലെങ്കിൽ പെണ്ണുപിടിയന്മാർ നിറഞ്ഞ ഈ പാർട്ടിയിൽ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് അന്നത്തെ ഹരിത MLA കൂട്ടി സതീശൻ എന്താ ഇറങ്ങിപ്പോരാതിരുന്നത്? അപ്പോഴൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു എതിരഭിപ്രായം അന്ന് സതീശൻ പറഞ്ഞതായി കേട്ടിട്ടേയില്ല. അച്ഛൻ മുഖ്യനായതിൻ്റെ സകല സുഖങ്ങളും അനുഭവിച്ചവരാണ് പത്മജയും ആന്റണിയുടെ പുത്രൻ അനിലും. രാഹുലിൻ്റെ പെണ്ണുപിടി മടുത്തിട്ടാണോ അവർ പാർട്ടി വിട്ടത്? പത്മജയും മുരളിയും ഇപ്പോൾ രാഹുലിനെ ഓർത്ത് നാണം കെടുന്നത് കാണുമ്പോൾ തലയ്ക്ക് കൈ കൊടുക്കാൻ തോന്നും. അച്ഛനും രണ്ടു മക്കളും കൂടി കേരളത്തിലെ കോൺഗ്രസിനെ മുടിച്ചു കുത്തുപാളയെടുത്ത കഥയൊന്നും ആരും മറന്നിട്ടില്ല പപ്പി ചേച്ചി. മുജ്ജന്മ സുഹൃതം കൊണ്ടോ ശാപം കൊണ്ടോ കോൺഗ്രസ്സായി പിറന്നുപോയ ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ പിതൃത്വത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ഇന്നും കോൺഗ്രസ്സായി അവശേഷിക്കുന്നുണ്ട്. അവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നു. അതൊന്നും പ്രതീക്ഷിച്ചല്ല. ഈ നേതാക്കന്മാർ തമ്മിൽ തല്ലിയാലും മുണ്ടു പറിച്ചാലും അവരത് തന്നെ ചെയ്യും. അവരുടെ ആത്മാർത്ഥതയിൽ ചവിട്ടി കുറേ നേതാക്കൾ ത്രിവർണ്ണ ഷാളും തൂക്കി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒന്ന് നോക്കൂ, താഴെത്തട്ടിലുള്ള പാവം പ്രവർത്തകർ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകാൻ പറ്റണമെന്ന് കൊതിച്ച് മത്സരിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആ സമയത്താണ് സതീശനും സണ്ണിയും പ്രകാശും കൂടി പരസ്പരം ചെളിവാരി എറിഞ്ഞത്.
വല്ലാതെ നല്ല പിള്ള ചമയുന്ന സതീശൻ ഓർക്കണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. പിണറായിയുടെ ചൂണ്ടയിൽ മൂന്നും കൊരുത്തുപോയി, ആ വായിൽ ദഹിക്കുകയും ചെയ്തു. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു വകതിരിവ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നത്. എനിക്ക് വേണ്ടി അധ്വാനിച്ച പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സകല വീടും കയറി ഞാൻ വോട്ട് ചോദിക്കും. പറയൂ സതീശ, വകതിരിവും പാർട്ടിക്കൂറും ആർക്കാ കൂടുതൽ? സതീശനോ നിങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനോ?